Hi learners, welcome to I Plus Training Solutions. ഞാൻ ഭവിഷ. കേരള സെറ്റ് പേപ്പർ 2 ഹിസ്റ്ററിയുടെ 2026 നടന്നിട്ടുണ്ടായിരുന്ന എക്സാമിനേഷൻ 2026 ഫെബ്രുവരിയിൽ നടന്നിട്ടുണ്ടായിരുന്ന എക്സാമിനേഷന്റെ ആൻസർ കീ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 5 ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിട്ട് നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഡിസ്കഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ടൈറ്റിൽ നെയിം ഓഫ് ദ ബുക്ക് ഗുലാംഗിരി മീൻസ്? ഗുലാംഗിരി എന്ന ടൈറ്റിലിന്റെ ഒരു ബുക്കിന്റെ പേരാണ്. ആ ഒരു ടൈറ്റിലിന്റെ മീനിങ് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശുദ്ധി, റെവല്യൂഷൻ, സ്ലേവറി, ജസ്റ്റിസ്. 4 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഇതിൽ ഗുലാംഗിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അർത്ഥം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഗുലാംഗിരി എന്ന് പറയുന്നത് ആരുടെ വർക്കാണ്? അത് ആരുടെ വർക്കാ? അത് ജ്യോതിറാവ് ഫുലെയുടെ വർക്കാണ് അല്ലെ. ഗുലാംഗിരി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള മൂവ്മെന്റ് ഏതാണ്? ശുദ്ധി മൂവ്മെന്റ് ആണ് അല്ലെ. അപ്പോ നമുക്ക് ആൻസർ കുറച്ച് കൺഫ്യൂഷൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാലും നമുക്ക് ആൻസർ ഏതാണെന്ന് നോക്കാം. യെസ്, നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. സോറി, ഓപ്ഷൻ സി, സ്ലേവറി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അതായത് അടിമത്തം. അതാണ് ഗുലാംഗിരി എന്നുള്ളതിന്റെ വേർഡ് മീനിങ് വരുന്നത്. നമുക്ക് ഞാൻ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞത് വേറെ ഒന്നുമല്ല, ജ്യോതിറാവ് ഫുലെയുടെ വർക്കാണ് അല്ലെ ഈ ഗുലാംഗിരി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ മൂവ്മെന്റ് ഏതായിരുന്നു? ശുദ്ധി മൂവ്മെന്റ്, ശുദ്ധി പ്രസ്ഥാനമായിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇങ്ങനെ ചിലപ്പോ തോന്നാം, ശുദ്ധി പ്രസ്ഥാനം ജ്യോതിറാവ് ഫുലെയുടെ അല്ലേ. അപ്പൊ ഈ ഗുലാംഗിരി അദ്ദേഹത്തിന്റെ ബുക്കിന്റെ ഒരു അർത്ഥം വരുന്നതും ഏകദേശം ശുദ്ധി എന്നുള്ള മീനിങ്ങിൽ തന്നെ ആയിരിക്കും എന്ന് നമ്മൾ പലരും സ്വാഭാവികമായിട്ടും ചിന്തിച്ചു പോവാം. അങ്ങനെ ചിന്തിക്കേണ്ട. ഗുലാംഗിരി എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? സ്ലേവറി എന്നാണ് അർത്ഥം വരുന്നത്. ഗുലാംഗിരി എന്നുള്ള വർക്ക് പബ്ലിഷ് ചെയ്യുന്നത്, ഗുലാംഗിരി എഴുതിയിട്ടുള്ളത് ആരാണ്? ജ്യോതിറാവ് ഫുലെയാണ് അല്ലെ എഴുതിയിട്ടുള്ളത്. ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്യുന്നത് 1873 ഗുലം എന്നുള്ള വേർഡിന്റെ മീനിങ് വരുന്നത് ഏതാണ്? സ്ലേവ്, അടിമ എന്നാണ് വരുന്നത്. ദെൻ ഗുലാംഗിരി എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് എന്താണ്? സ്ലേവറി എന്നാണ് ഗുലാംഗിരിയുടെ ട്രാൻസ്ലേഷൻ വരുന്നത്. ഓക്കെ, ഒറിജിനലി ഇത് എഴുതിയിട്ടുള്ളത് മറാഠി ലാംഗ്വേജിലാണ്. ഒറിജിനലി ഇറ്റ് വാസ് റിട്ടൺ ഇൻ മറാഠി ലാംഗ്വേജ്. അപ്പൊ ഇതിന്റെ ഒരു കോർ തീം എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയിലെ ആ ഒരു ജാതി വ്യവസ്ഥ ഉണ്ടല്ലോ, ആ ഒരു ജാതി വ്യവസ്ഥേനെയും ബ്രാഹ്മണ മേധാവിത്വം, ഒരു ബ്രാഹ്മിൻ സൂപ്രമസി അല്ലെങ്കിൽ ഒരു ബ്രാഹ്മിൻ ഡോമിനൻസ്, അതിനെയൊക്കെ ഭയങ്കര ശക്തമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു ബുക്കാണ് ഈ ഗുലാംഗിരി എന്ന് പറയുന്നത്. ലോവർ കാസ്റ്റ്, സോ കോൾഡ് ലോവർ കാസ്റ്റ് പീപ്പിളിനെ ബ്രാഹ്മിൻസ് എത്രത്തോളം എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഒരു കോർ തീമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഗുലാംഗിരി എന്നുള്ള വേർഡിന്റെ മീനിങ് ഏതാണ് വരുന്നത്? സ്ലേവറി ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഓറിയന്റലിസ്റ്റ്? താഴെ തന്നിട്ടുള്ളവയില് ഓറിയന്റലിസ്റ്റ് അല്ലാത്തത് ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോട്ട് ആൻ ഓറിയന്റലിസ്റ്റ് കേട്ടോ. ഹെൻറി തോമസ് കോൾബ്രൂക്ക്, ചാൾസ് വിൽക്കിൻസ്, വില്യം ജോൺസ്, ജെയിംസ് മിൽ. 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ആരാണ് ഓറിയന്റലിസ്റ്റ് അല്ലാത്തത്? ഓക്കെ, നോട്ട് ദ പോയിന്റ്, നോട്ട് ആൻ ഓറിയന്റലിസ്റ്റ് എന്നാണ് കേട്ടോ. പലപ്പോഴും പലർക്കും ഇങ്ങനെ കാണുമ്പോഴേ നോട്ട് എന്നുള്ള ആ ഒരു സാധനം ചിലപ്പോൾ ആരും കാണില്ല, ശ്രദ്ധിക്കില്ല. നമ്മുടെ ആ ഒരു ടെൻഷനിലും ഹറിബറിയിലും ഒന്നും നമ്മൾ ശ്രദ്ധിക്കില്ല. ഓക്കെ, നോട്ട് ആൻ ഓറിയന്റലിസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓറിയന്റലിസ്റ്റ് അല്ലാത്തത് ആര് നോക്കാം. നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി, ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന വ്യക്തിയാണ് അല്ലെ ഒരു ഓറിയന്റലിസ്റ്റ് അല്ലാത്ത ആള്, ജെയിംസ് മില്ല്. ഓക്കെ, മറ്റ് 3 പേരും ആരൊക്കെ? മറ്റ് 3 പേര് വില്യം ജോൺസ്, ചാൾസ് വിൽക്കിൻസ്, ഹെൻറി തോമസ് കോൾബ്രൂക്ക്. ഇവരൊക്കെ ആരാണ്? ഇവരൊക്കെ ഓറിയന്റലിസ്റ്റുകളാണ് അല്ലെ. ജെയിംസ് മില്ല് ഒരു യൂട്ടിലിറ്റേറിയൻ ആയിരുന്നു. അതായത് യൂട്ടിലിറ്റേറിയൻ പെർസ്പെക്റ്റീവ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആര്? ജെയിംസ് മില്ല്. അത് മാത്രല്ല, യൂട്ടിലിറ്റേറിയൻ ആണെന്നുള്ള മാത്രമല്ല, ഓറിയന്റലിസ്റ്റ് വ്യൂവിനെ ഭയങ്കരമായിട്ട് എതിർത്തിട്ടുണ്ടായിരുന്ന, ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ആര്? ഈ ജെയിംസ് മില്ല് കേട്ടോ. അപ്പോ ആരാണ് ഈ ഓറിയന്റലിസ്റ്റുകൾ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ഓറിയന്റലിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ ഏഷ്യൻ രാജ്യങ്ങളുണ്ടല്ലോ, അതായത് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലെ ലാംഗ്വേജ്, റിലീജിയൻ, കൾച്ചർ, അവരുടെ ഹിസ്റ്ററി, അതിനെയൊക്കെ കുറിച്ചിട്ട് പഠിക്കുകയും അതിനെ റെസ്പെക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്ന വെസ്റ്റേൺ സ്കോളേഴ്സ് ആണ് ഓറിയന്റലിസ്റ്റുകൾ എന്നുള്ള പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്.
അപ്പോ വില്യം ജോൺസ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഓറിയന്റലിസ്റ്റ് ആയിരുന്നു വില്യം ജോൺസ്. ഇദ്ദേഹമാണ് 1784 കൽക്കട്ടയിലെ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. കൽക്കട്ടയിലെ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഓറിയന്റലിസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത് വില്യം ജോൺസ് ആണ് കേട്ടോ. വില്യം ജോൺസ് ആണ് 1784 ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ദെൻ ചാൾസ് വിൽക്കിൻസ്, അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? ചാൾസ് വിൽക്കിൻസ് ആണ് ആദ്യമായിട്ട് ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ആരാണ്? ചാൾസ് വിൽക്കിൻസ് ആണ്. ദെൻ ഹെൻറി തോമസ് കോൾബ്രൂക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാൻസ്ക്രിറ്റ് ലാംഗ്വേജിലും അതുപോലെ ആൻഷ്യന്റ് ഇന്ത്യൻ ലോ ഒക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഭയങ്കര പ്രാവീണ്യം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഹെൻറി തോമസ് കോൾബ്രൂക്ക്. ഇനി ജെയിംസ് മില്ലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ജെയിംസ് മില്ല് ഉണ്ടല്ലോ, അദ്ദേഹം ഇന്ത്യയുടെ ട്രഡീഷനെ ഒന്നും ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ കൾച്ചറിനെയും ഇന്ത്യയുടെ ആ ഒരു ട്രഡീഷനെയും ഒക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ അദ്ദേഹം ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട വ്യൂ പോയിന്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു? ഇന്ത്യയുടെ കൾച്ചർ എന്ന് പറയുന്നത് ഭയങ്കര അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള കൾച്ചറാണ്, യൂറോപ്യൻ സംസ്കാരമാണ് ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നതിന് പകരം ഇന്ത്യക്കാർക്ക് കുറച്ചുകൂടി പ്രായോഗികപരമായിട്ടുള്ള അതുപോലെ കുറച്ചുകൂടി സയന്റിഫിക് ആയിട്ടുള്ള അറിവുകളൊക്കെ കൊടുക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ് ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്നത്. ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ ആരുടെ വർക്കാണ്? ജെയിംസ് മില്ലിന്റെ വർക്കാണ്. ഈ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു വർക്കിലാണ് അദ്ദേഹം 3 പീരീഡ് ആയിട്ട് ഇന്ത്യൻ ഹിസ്റ്ററിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതായത് ഇന്ത്യൻ ഹിസ്റ്ററിനെ ഹിന്ദു ഇറ, മുസ്ലിം ഇറ, ബ്രിട്ടീഷ് ഇറ. അതായത് ഹിന്ദു ഇറ എന്ന് പറയുന്നത് ഏതാ? ഏർലി ഇന്ത്യനെയാണ് ഹിന്ദു ഇറ എന്ന് പറയുന്നത്. മെഡീവൽ ഇന്ത്യനെയാണ് മുസ്ലിം ഇറ. അതായത് ആ ഒരു സമയത്ത് ഇന്ത്യയിൽ മുസ്ലിം റൂളേഴ്സ് ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ദെൻ ക്രിസ്ത്യൻ ഇറ എന്ന് പറയുന്നത് ഏതിനെയാണ്? ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ അതിനെ ബ്രിട്ടീഷ് ഇറ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഇറ എന്നുള്ള പേരിലാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ പീരിയഡൈസേഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ആരായിരുന്നു? അത് ജെയിംസ് മില്ലാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഒരു യൂട്ടിലിറ്റേറിയൻ ആയിരുന്നു. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഒരിക്കൽ പോലും ഇന്ത്യയിൽ വരാതെ ഇന്ത്യയുടെ ഹിസ്റ്ററി എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ആര്? ജെയിംസ് മിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Sikh Guru was publicly beheaded by the orders of Aurangzeb at Delhi. അതായത് പബ്ലിക്കായിട്ട് തല വെട്ടി മാറ്റിയിട്ടുണ്ടായിരുന്ന ഏത് സിഖ് ഗുരുവിന്റെ തലയാണ് ഈ ഔറംഗസേബിന്റെ ഓർഡർ അനുസരിച്ച് വെട്ടിമാറ്റിയത്, പബ്ലിക്കായിട്ട് വെട്ടിമാറ്റിയത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗുരു അർജൻ സിംഗ്, ഗുരു തേഗ് ബഹദൂർ, ഗുരു ഹർഗോവിന്ദ്, ഗുരു ഗോവിന്ദ് സിംഗ്. 4 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ഗുരു തേഗ് ബഹദൂർ ആണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. ഔറംഗസേബിന്റെ മുഗൾ റൂളർ ആയിട്ടുണ്ടായിരുന്ന ഔറംഗസേബിന്റെ ഒരു ഓർഡർ അനുസരിച്ചിട്ട് ഡൽഹിയിൽ വെച്ചിട്ട് പരസ്യമായിട്ട് വധിക്കപ്പെട്ട, തല അറുത്ത് വധിക്കപ്പെട്ട ഒരു സിഖ് ഗുരുവാണ് ഗുരു തേജ് ബഹദൂർ. അപ്പൊ അദ്ദേഹം സിഖ് മതത്തിലെ 9ാമത്തെ ഗുരു ആയിരുന്നു കേട്ടോ. സിഖ് മതത്തിലെ എത്രാമത്തെ ആയിരുന്നു? 9ാമത്തെ ഗുരു ആയിരുന്നു കേട്ടോ. ഒരു തവണ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുള്ളതായിരുന്നു, ഈ എത്രാമത്തെ ഗുരുവിനെയാണ് വധിച്ചിട്ടുണ്ടായിരുന്നത്, അങ്ങനെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ 9ാമത്തെ ഗുരുവിനെയാണ് ഇത്തരത്തില് വധിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ഈ ഗുരു തേജ് ബഹദൂറിനെ ഔറംഗസേബ് ഇങ്ങനെ പരസ്യമായിട്ട് വധശിക്ഷ നടപ്പിലാക്കാനുള്ള കാരണം? അതായത് ഈ ഔറംഗസേബിന്റെ ഭരണകാലത്ത് കാശ്മീരി പണ്ഡിറ്റുകളെയും ഒക്കെ നിർബന്ധപരമായിട്ട് മതപരിവർത്തനത്തിന് വിധേയമാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത്. അപ്പൊ അതായത് നമുക്കറിയാം ഔറംഗസേബ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു മതഭ്രാന്തൻ എന്നൊക്കെ പറയാം അല്ലെ, ഒരു ഫാനാറ്റിക് ബിഗോട്ട് എന്നാണ് ഔറംഗസേബിനെ പല ഹിസ്റ്റോറിയൻസും വിശേഷിപ്പിക്കുന്നത് അല്ലെ. കുറച്ച് ക്രിട്ടിസൈസ് ചെയ്തൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. അതല്ല, പിന്നീട് വന്നിട്ടുള്ള സ്റ്റഡീസ് ഒക്കെ ഔറംഗസേബ് അത്ര ക്രൂരനൊന്നല്ല, ഒരു നല്ല മനുഷ്യനായിരുന്നു, അങ്ങനെയുള്ള ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ഹിസ്റ്റോറിയൻസ് പറയുന്നത് അദ്ദേഹത്തിന് ഒരു ഫനാറ്റിക് ബിഗോട്ട്, അതായത് ഒരു മതഭ്രാന്തനായിരുന്നു എന്നുള്ള ഒരു ഇതിലായിരുന്നു. അതായത് ഭയങ്കര കുറച്ചുകൂടി മോശം ക്യാരക്ടർ ആയിട്ടാണ് കുറെ ഹിസ്റ്റോറിയൻസ് ഔറംഗസേബിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. എന്നാൽ പിന്നീട് വന്നിട്ടുള്ള സ്റ്റഡീസ് അങ്ങനെയൊന്നും ഇല്ല, അദ്ദേഹം അത്ര പ്രശ്നക്കാരനൊന്നും അല്ല, അങ്ങനെയുള്ള സ്റ്റഡീസ് ഉണ്ട് കേട്ടോ. ഓക്കെ,
ഹിസ്റ്റോറിയൻസിന്റെ പേര് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല, എന്നാൽ ഈ 2 ടൈപ്പിലും വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ ഔറംഗസീബിന്റെ കാലഘട്ടത്തില് കാശ്മീരി പണ്ഡിറ്റുകളെയൊക്കെ നിർബന്ധിതമായിട്ട് മതപരിവർത്തനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ മതപരിവർത്തനത്തിനെ ആര് എതിർത്തിട്ടുണ്ടായിരുന്നു? ഈ ഗുരു തേജ് ബഹദൂർ എതിർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു മത സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം തന്റെ ജീവൻ ബലി നൽകിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. തന്റെ ഇങ്ങനെ തനിക്ക് വേണമെങ്കിൽ അവരെന്താ വെച്ചാ ചെയ്തോട്ടെ, എന്നെ ബാധിക്കുന്ന കാര്യമില്ല എന്നുകൊണ്ട് ആളുകൾക്ക് വേണമെങ്കിൽ ഒഴിഞ്ഞു നിൽക്കായിരുന്നു. അപ്പൊ ആളങ്ങനെ ഒഴിഞ്ഞു നിൽക്കാതെ ഇങ്ങനെ നിർബന്ധിതമായിട്ട് കാശ്മീരി പണ്ഡിറ്റുകളെ മതപരിവർത്തനം ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ വാദിച്ചിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ അതിനെ എതിർത്തിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഗുരു തേജ് ബഹദൂർ. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് അദ്ദേഹത്തിനെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Tata Iron and Steel Company (TISCO) was set up in Jamshedpur in 1912 on the banks of river Dash. ഏത് നദിയുടെ തീരത്താണ് ടിസ്കോ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ജംഷഡ്പൂരിലെ 1912 ടിസ്കോ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് ചോദ്യം. സുബർണരേഖ, ശിവനാഥ്, ഇന്ദ്രാവതി, സബർമതി. ഓക്കെ, നോക്കാം. ഓപ്ഷൻ എ സുബർണരേഖയാണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. ജംഷഡ്പൂരിലെ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഒരു കമ്പനി വരുന്നത് ഈ സുബർണരേഖ, ബർക്കായി എന്നീ നദികളുടെ ഒരു സംഗമ സ്ഥാനത്താണ് കേട്ടോ. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കമ്പനി ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് 1907 1907 ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ടിസ്കോ സ്ഥാപിതമായിട്ടുണ്ടായിരുന്നത്. ജംഷഡ്ജി ടാറ്റയാണ് ഈ ടിസ്കോ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇത് സ്ഥാപിതമായത് 1907 ആണെങ്കിലും ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് 1911 1912 ആ ഒരു കാലഘട്ടത്തിലായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോ ജാർഖണ്ഡില് സാക്ഷി എന്ന സ്ഥലത്താണ് ഇതിന്റെ ഒരു എക്സാക്ട് ലൊക്കേഷൻ വരുന്നത്. ജാർഖണ്ഡിലെ സാക്ഷി. ഓക്കെ, സാക്ഷി എന്നുള്ള സ്ഥലത്താണ് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത്. പിന്നീട് ജംഷഡ്ജി ടാറ്റ ഉണ്ടല്ലോ, അതായത് ഇതിന്റെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന വ്യക്തി, അദ്ദേഹത്തോടുള്ള ഒരു റെസ്പെക്ടിന്റെ ഭാഗമായിട്ടാണ് ഈ സ്ഥലത്തിന് ജംഷഡ്പൂർ എന്നുള്ള പേര് പിന്നീട് ഒരു റീനെയിം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇരുമ്പിന്റെ അയിര്, അതുപോലെ കൽക്കരി, പിന്നെ വെള്ളം, അതൊക്കെ, അതായത് ഇരുമ്പിന്റെ അയിര് എന്ന് പറയുമ്പോൾ സിംഗ്ഭൂം എന്നുള്ള സ്ഥലത്താണ് പ്രധാനമായിട്ടും ഈ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയിലേക്കുള്ള ഇരുമ്പയിര് പ്രധാനമായിട്ടും വരുന്നത്. അതുപോലെ ഈ ഫാക്ടറി പ്രവർത്തിക്കണമെങ്കിൽ അതിന് എന്ത് വേണം? ഫ്യൂവൽ വേണം അല്ലെ. അതിനുള്ള ഫ്യൂവൽ എന്ന് പറയുന്നത് ഏതാ? കൽക്കരി ആയിരുന്നു അല്ലെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അത് എവിടുന്ന ലഭിച്ചിട്ടുണ്ടായിരുന്നത്? അത് ഝരിയയിൽ നിന്നാണ് കൽക്കരി ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ ആ ഒരു ഫാക്ടറി പ്രവർത്തിക്കണമെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ വാട്ടർ സോഴ്സ് വേണം. ആ വാട്ടർ സോഴ്സ് എവിടെയായിരുന്നു? സുബർണരേഖയായിരുന്നു. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ലഭ്യതയും 3 ഒരുമിച്ച് ലഭ്യമായതുകൊണ്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് ഈ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, കൽക്കട്ട എന്നുള്ള വലിയൊരു മാർക്കറ്റും കൂടി ഇതിന്റെ സമീപത്തായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ എല്ലാ കാര്യങ്ങളും കൂടി ഒരുമിച്ച് വന്നുകൊണ്ട് തന്നെ ഈ ഒരു ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഇവിടെ ഫിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മുടെ 10th ക്വസ്റ്റ്യൻ ആണ്. The general sent by Aurangzeb to confront and defeat Shivaji in the aftermath of the sacking of Surat. Okay, ശിവജി സൂറത്ത് ആക്രമിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് ഔറംഗസീബ് അയച്ചിട്ടുണ്ടായിരുന്ന ഏറ്റവും പ്രഗത്ഭനായിട്ടുണ്ടായിരുന്ന വ്യക്തി ആര്? ജനറൽ ആര് എന്നാണ് ചോദ്യം. അഫ്സൽ ഖാൻ, ജയ്സിംഗ്, ഷൈസ്റ്റ ഖാൻ, ആദിൽ അലി ഷാ. 4 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. നോക്കാം. ഓപ്ഷൻ ബി ജയ്സിംഗ് ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. ജയ്സിംഗ് 1664 അല്ലെ ശിവജി സൂററ്റ് ആക്രമിക്കുന്നത്. അപ്പൊ 1664 ശിവജി സൂററ്റ് ആക്രമിക്കുന്നതിനെ തുടർന്നിട്ട് അദ്ദേഹത്തിനെ പരാജയപ്പെടുത്താനായിട്ട് ഔറംഗസീബ് അയച്ചിട്ടുണ്ടായിരുന്ന വളരെ ഫേമസ് ആയിട്ടുണ്ടായിരുന്ന ഒരു ജനറൽ ആയിരുന്നു ജനറൽ ജയ്സിംഗ്. ഇദ്ദേഹം അംബറിലെ രാജാവായിരുന്നു കേട്ടോ. അംബറിലെ രാജാവായിരുന്നു ജയ്സിംഗ്. ജയ്സിംഗ് ഫസ്റ്റ് എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം വരുന്നത്. ഓക്കെ,
ഈ ഒരു ഇൻസിഡന്റോട് കൂടിയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് പുരന്ദർ. 1665 ട്രീറ്റി ഓഫ് പുരന്ദർ സൈൻ ചെയ്യുന്നത്. അതായത് ജയ്സിംഗിന്റെ ലീഡർഷിപ്പിലുള്ള ആ ഒരു മുഗൾ ഫോഴ്സ് ഉണ്ടല്ലോ, ഈ മുഗൾ ഫോഴ്സ് ശിവജിനെ വളയുകയും അതിനുശേഷം കുറച്ച് ചർച്ചകൾക്കൊക്കെ നിർബന്ധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഫലമായിട്ടാണ് ഈ ട്രീറ്റി ഓഫ് പുരന്ദർ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ട്രീറ്റി ഓഫ് പുരന്ദറിലെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ശിവജി തന്റെ കൈവച്ചുണ്ടായിരുന്ന 23 കോട്ടകള് മുഗൾസിന് വിട്ടുകൊടുക്കണം. ഓക്കെ, ദെൻ ആഗ്രയിലെ ഔറംഗസീബിന്റെ കൊട്ടാരം സന്ദർശിക്കാൻ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആസ് പെർ ദ പുരന്ദർ ട്രീറ്റി. മറ്റു പേര് കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഷെയ്ത്താഖാൻ, അതായത് അല്ലെങ്കിൽ ഷെയ്സ്താ ഖാൻ എന്ന് പറയുന്നത് ആരാണ്? അദ്ദേഹത്തിനെ ഈ സൂററ്റ് ആക്രമണത്തിന് മുൻപാണ് ഔറംഗസീബ് അയച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ പേരൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. സൂററ്റ് ആക്രമണത്തിന് മുൻപാണ് അദ്ദേഹത്തിന് ഔറംഗസീബ് അയച്ചിട്ടുണ്ടായിരുന്നത്. 1663 പൂനെയിലെ ലാൽമഹലിൽ വെച്ചിട്ട് ശിവജി നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു സഡൻ ആയിട്ടുള്ള ആക്രമണത്തിലാണ് ഈ ഷെയ്സ്താ ഖാന്റെ വിരലുകളൊക്കെ നഷ്ടപ്പെടുന്ന ഒരു ഇൻസിഡന്റ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അടുത്ത വ്യക്തി ആരായിരുന്നു? അഫ്സൽ ഖാൻ. അഫ്സൽ ഖാനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഔറംഗസേബിന്റെ ഒരു സേനാധിപതി ഒന്നും ആയിരുന്നില്ല. പിന്നെ ആരായിരുന്നു? ബീജാപൂർ സുൽത്താന്റെ ജനറൽ ആയിരുന്നു ആര്? അഫ്സൽ ഖാൻ. ഓക്കെ, 1659 പ്രതാപ്ഗിൽ വെച്ചിട്ട് ശിവാജി ഇദ്ദേഹത്തിനെ കൊല്ലുകയാണ് ചെയ്യുന്നത് കേട്ടോ. ദെൻ ആദിൽ അലി ഷാ. ആദിൽ അലി ഷാ ആരായിരുന്നു? ബീജാപൂരിലെ ഭരണാധികാരിയായിരുന്നു ആദിൽ അലി ഷാ, അല്ലാണ്ട് ഈ മുഗൾ സേനാധിപതി ഒന്നും ആയിരുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന മറ്റേ ഒരു 5 ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾക്ക് നല്ല മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റിലൂടെ നമ്മൾ ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് നേരിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഇഫ് എനി ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോ എല്ലാവർക്കും താങ്ക് യു.